ആ സദസ് അവിടെ ഇരിക്കുക, 2-3 ആള് മാത്രമേ പ്രശ്നം ഉണ്ടാക്കണുള്ളൂ. ആ മുസ്ലിയാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ചോദ്യം ചോദിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ചോദ്യത്തിനുള്ള അവസരം തന്നാൽ മതി. ഇത് ചോദ്യത്തിനുള്ള അവസരം തന്നാൽ ഇത് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും. ചോദ്യത്തിനുള്ള അവസരം തന്നാൽ ഇത് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾ ചോദ്യത്തിനുള്ള അവസരമാണ് തരേണ്ടത്. നിങ്ങൾ ഈ സദസ്സിലെ 99% ആളുകളും മാന്യമായി ഇത് കേൾക്കുന്നവരാണ്. 2-3 ആളുകൾ മാത്രമാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ദയവ് ചെയ്ത് ശാന്തമായിരിക്കുക. പ്രവർത്തകർ സംയമനം പാലിക്കണമെന്നും നേരത്തെ ബഹളമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി കടന്നു വന്ന ഏതാനും വ്യക്തികൾ മാത്രമാണ്. അവരെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ട് മുജാഹിദ് പ്രവർത്തകർ അവരവരുടെ സീറ്റുകളിൽ അടങ്ങിയൊതുങ്ങിയിരിക്കണം എന്ന് ഈ സംഘടനയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ബഹളമുണ്ടാക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ സൗകര്യപൂർവ്വം പുറത്തേക്ക് പോകാൻ വളണ്ടിയർമാർ സൗകര്യം ചെയ്തു കൊടുക്കുക. പ്രവർത്തകന്മാർ അവരുടെ കസേരകളിൽ അടങ്ങിയിരുന്നാൽ ബഹളമുണ്ടാക്കുന്ന ആളുകളെ നമുക്ക് വേറെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. വേണമെങ്കിൽ അവർക്ക് പുറത്തു പോകാൻ വേണ്ടി വളണ്ടിയർമാർ സൗകര്യം ചെയ്തു കൊടുക്കുക. നമുക്ക് ഭംഗിയായി പരിപാടി തുടരേണ്ടതുണ്ട്. മുഴുവൻ പ്രവർത്തകന്മാരും കേരള നദുവത്തുൽ മുജാഹിദീന്റെയും മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ അവസരം കൊടുക്കി, ചോദ്യം ചോദിക്കി. നിങ്ങൾ ഈ സദസ്സിനെ അലങ്കോലപ്പെടുത്തല്ലേ? അപ്പൊ ആ സദസ്സ് ശാന്തമായി അവിടെ ഇരുന്ന് കേൾക്കാമെന്നവരാണ്. എന്നിട്ട് കാന്തപുരത്തിന്റെ ശിഷ്യന്മാര് കയറിയിട്ട് ആ സദസ്സിന്റെ പവിത്രത നശിപ്പിക്കുകയാണ്. ഇനി ആരാണ് സഹോദരങ്ങളെ അവിടെ പിന്നെ കലക്കിയത്? ശംസുദ്ദീൻ പാലത്തിനെ പോലെയുള്ള, അനസ് മൗലവിയെ പോലെയുള്ള ആളുകൾ കൃത്യമായി അവിടെ വിഷയം അവതരിപ്പിച്ച് സമൂഹത്തിന് ബോധവൽക്കരണം നൽകി ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് മുസ്ലിയാക്കന്മാർ കയറി കളിക്കുന്നത്. അങ്ങനെ കളിക്കുന്ന ആ ഒരു സദസ്സിലേക്ക് വന്ന ടീഷർട്ട് ഇട്ട മുസ്ലിയാര് ആരാണ്? ജീൻസ് പാന്റ് ഇട്ട് വന്നുകൊണ്ട് ചോദ്യം ചോദിച്ചവൻ ആരാണ്? അദ്ദേഹം വേഷം മാറിക്കൊണ്ടാണ് വരുന്നത്. ഹലോ, വേഷം മാറിയിട്ടാ വരുന്നത്. അത് നിങ്ങൾക്ക് അടുത്ത ആ ക്ലിപ്പിൽ തന്നെ അതിന്റെ അവസാന ഭാഗത്ത് കാണാം. ആരാണ് അയാളെന്ന് വ്യക്തമായി നിങ്ങൾക്ക് കാണാം. അതാ കണ്ടോളൂ, സുബൈർ മുസ്ലിയാർ പൂക്കുളത്തൂര്. അതേ സമയം നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ? സംഭവത്തിൽ നിന്നൊരു വലിയ പാഠമില്ലേ? അല്ലാഹു ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ആ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ എന്നേക്കുമായി നഷ്ടകാരിയായി ആദം നബി ഇബ്ലീസ് അതാ ഈ ലോകത്ത് നിന്ന് ശപിക്കപ്പെട്ടവനായി, എന്നേക്കുമായി ശപിക്കപ്പെട്ടവനാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പാഠമാകുന്ന രൂപത്തിൽ അതാ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു പോയി. വലിയ പാഠമല്ലേ? ഈ ലോകത്ത് ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ പരാജയപ്പെട്ടു പോയ ആ ഇബ്ലീസിനെ നന്നാക്കാൻ ലോകത്ത് ഒരൊറ്റ ശക്തിയും കടന്നു വന്നിട്ടുണ്ടോ? അപ്പൊ സഹോദരങ്ങളെ, ആരാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇബ്ലീസായി മാറിയത്? ആദം നബിയെ വഴിതെറ്റിച്ച ആ ഇബ്ലീസ്. അതിനുശേഷം പിന്നീട് അത്തരത്തിൽ വേഷം മാറി വന്നവരാരാ? ഈ സദസ്സിനെ നശിപ്പിക്കാൻ വന്നവർ തന്നെ. ഇവരാണോ മാനവികത പറയുന്നത്? ദേശീയയുടെ ചാരിത്ര പ്രസംഗം എന്നല്ലാതെ എന്താണ് ആശയത്തിന് ഞങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? ഞങ്ങൾ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ ഒരു അനൈക്യമുണ്ടാക്കാനോ അല്ല സഹോദര. ഏതാനും പ്രധാനപ്പെട്ട ക്ലിപ്പുകൾ കൂടെ നിങ്ങൾ കാണണം. ഈ സമൂഹത്തിന്റെ അഗ്നിതയെ ചൂഷണം ചെയ്ത് പരമാവധി തൗഹീദ് പറയുന്ന മുജാഹിദുകൾക്ക് നേരെ കുതിര കയറുന്ന അഹ്ലുസുന്നത്തിനെ കച്ചവടവൽക്കരിക്കുന്ന ഈ വാണിഭക്കാരെ പ്രതിക്കൂട്ടിൽ
കൃത്യമായി നിർത്തി വിചാരണ ചെയ്യുവാൻ ഞങ്ങളുടെ നാവ് ഞങ്ങൾ മരീമസപ്പെടുത്തുന്നില്ല. അതിന് സമസ്തയിലെ ആധികാരിക പണ്ഡിതന്മാർ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തമായി കൊണ്ട് നിങ്ങൾക്കത് കാണാം. അതിനു മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംവാദം കൊണ്ടും ഖണ്ഡന പ്രസംഗങ്ങൾ കൊണ്ടും മുഖാമുഖങ്ങൾ കൊണ്ടും തകർക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇപ്പൊ അവസാനം ആളുകൾ മുജാഹിദുകൾ CD വാങ്ങി തൗഹീദ് ഉൾക്കൊള്ളുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അതിനെയും പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഒരു പുതിയ പാട്ടിറക്കിയിട്ടുണ്ട്. ആ പാട്ടിന്റെ ആമുഖം നിങ്ങൾ മർക്കസിൽ നിന്ന് ഇറക്കിയതാണ്. മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള സക്കരിയ സുലൈനെ പോലെയുള്ള അതുപോലെ തന്നെ ഹുസൈൻ സലഫിയെ പോലെയുള്ള ഈ ഇസ്ലാമിക് പ്രസ്ഥാനത്തിന്റെ തൗഹീദി വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സാരഥികളെ എങ്ങനെ സമൂഹ മധ്യത്തിൽ നിന്ന് ജനഹൃദയങ്ങളിൽ നിന്ന് പറിച്ചു മാറ്റാം എന്ന് പല കുതന്ത്രക്കാരും ആലോചിക്കുന്ന പോലെ കാരന്തൂരികളും ആലോചിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായി സഹോദരങ്ങളെ നിങ്ങൾ ആ രംഗം ഒന്ന് കണ്ടോളൂ. وقلبي منكسر يا الله خذني بالعفو وعافي يسر أمري يا مقتدر واجبر كسري وأزل شددي. إشراف وإخراج خالد مقداد. نستنى من زمان الحمد لله على سلامي العفو وعافية وجميل الستر إلى الأبد يسر أمري يا مقتدر واجبر نستنى من زمان الحمد. സലഫി തലഫി പാദരി വർഗം അറിവൈ കെട്ടൊരു ബിദഈ കൂട്ടം കട്ടിട്ടും വിട്ടിട്ടും തെളിവുണ്ടാക്കിയിട്ടെന്തിന് വന്നു. സലഫി ഇലാഹിന്റെ വചനവും കിതാബിന്റെ ഇബാറത്തും മാറ്റി മറിച്ചോരേ. ളിക്കുമ്പോൾ പച്ച കുപ്പ എന്തിന് ജന്തു സ്വലാഹി തിരുനബി സ്നേഹം അല്പം പോലും ഉള്ളിൽ ഇല്ലേ. അപ്പൊ സഹോദരങ്ങളെ, ഇതുപോലെ കൃത്യമായ ആദർശം പറഞ്ഞതിന്റെ പേരിൽ ഓരോരുത്തരുടെ സംസാരങ്ങളെ കമ്പ്യൂട്ടറിലിട്ട് പിന്നെ ആധുനിക സൗകര്യം ഉപയോഗിച്ച് വളരെയധികം വികൃതമാക്കുക. എന്നിട്ട് സ്റ്റേജിന് മുമ്പിൽ ഇങ്ങനെ കുഴങ്ങുന്നതും ഇങ്ങനെ ആക്കുന്നതും ആ രൂപത്തിലൊക്കെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുകയാണ്. ആര്? മർക്കസിൽ നിന്ന് മുസ്ലിയാക്കന്മാർ 5 കൊല്ലം കിതാബ് ഓതിയിട്ട് ഈ സമൂഹത്തിൽ രംഗത്ത് വന്ന് ദീൻ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തവർ, കാരണം എന്താ, പ്രമാണം കയ്യിലില്ല. അങ്ങനെ വലഞ്ഞവർ അവസാനം എത്തിപ്പെട്ട ഗതികേടാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇവരെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ കൃത്യമായി നിങ്ങളെ കേൾപ്പിക്കുന്നത് റഹ്മത്തുള്ളാഹി ഖാസിം മൂത്തേടം ഈ സമുദായത്തെ നയിക്കുന്ന പണ്ഡിതന്മാരുടെ അവസ്ഥ എവിടെ എത്തി എന്ന് അറിയാനും ഇത്തരത്തിലുള്ള യാത്രക്കാരുടെ കേരള യാത്രയിൽ നിന്ന് പിന്തിരിഞ്ഞ് അവർക്ക് കൊടുക്കുന്ന പണം മാറ്റി നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനും ഇത് ഉപകരിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ആ സംസാരം നിങ്ങളൊന്ന് കേട്ടോളൂ. ഒരു പ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് പ്രാന്തല്ലെങ്കിൽ AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തക്ബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കുക. ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്കാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തേക്ക് നല്ല മനുഷ്യന്മാരാ, അവർ നല്ലോരാ, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തക്കങ്ങൾ സാലിഹ്യങ്ങളാണ്. അയാളെ നാട് ഞാൻ പറഞ്ഞില്ല, അയാൾക്കോ അയാളെ അനുയായികൾക്കോ ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞടാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളെ പേറിയവനും മാറും, അതെല്ലാരും മനസ്സിലാക്കണം. അയാളെ പേറിയവനും മാറും, അതെല്ലാരും മനസ്സിലാക്കണം. അതെല്ലാരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹിന്റെ അടിസ്ഥാനം? എന്തിനാ ആലിമീങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വയറു പറയാനല്ല. എന്താ അമ്പിയാവിന്റെ ലക്ഷ്യം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. തസ്കിയത്തില്ലാത്ത എന്ത് ആക്ടിവിറ്റീസ്, എന്ത് തസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കുക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കുക, കുറെ ആളുകൾ അങ്ങോട്ട് തെക്ബീർ ചെല്ലുക. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ AP ബക്കർ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിലിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു. അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു.
അപ്പോൾ കോട്ടമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർദ്ധാനം, അത് ആൺകുട്ടികളെ വാക്ക. ഇന്നിപ്പോൾ അവിടെയുള്ളത്, ഇന്ന് അവരവിടെയുള്ളത് നല്ലോണം മനസ്സിലായി. അവിടെയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു, അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർദ്ധാനം, അത് ആൺകുട്ടികളെ വാക്ക. ഇന്നിപ്പോൾ അവിടെയുള്ളത്, ഇന്ന് അവരവിടെയുള്ളത് നല്ലോണം മനസ്സിലായി. അവിടെ നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. അവർക്ക് അള്ളാഹുവിന്റെ ദീന സുന്നത്യമായത്തിൽ അവർക്ക് താല്പര്യമില്ല. അത് വേറൊരു കൗമാണ്. അപ്പോ യഥാർത്ഥത്തില് ഈ രൂപത്തിലൊരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു മൈതാനത്ത് മറുകക്ഷി പ്രസംഗിച്ചപ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പേര് കേട്ടപ്പോ പറഞ്ഞാണ്. അപ്പൊ ഇയാള് പറഞ്ഞത്ര നിങ്ങൾ പറഞ്ഞ് അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. കാരണം എന്താ, ഇവരുടെ കൂടെ നിന്നവരാണല്ലോ അവര്. ഈ പോയാൽ എവിടെ എത്തും എന്നുള്ളതും അറിയാമല്ലോ. അതുകൊണ്ട് പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. ഇന്ന് അങ്ങനെ പറഞ്ഞു. അള്ളാഹുവിനേക്കാൾ മേലെ ഉസ്താദിനെ വെച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ല കാര്യവും തീരുമാനിക്കണമെങ്കിൽ ഉസ്താദിനോട് ചോദിക്കാതെ നടക്കൂല എന്ന് വരെ ഈ വിഭാഗത്തിലെ പണ്ഡിതന്മാർ ഉസ്താദിന് വേണ്ടി സംസാരിച്ചു. ഞാനല്ല പറയുന്നത്, ഈ.കെ. ബാദിലെ പണ്ഡിതന്മാർ പറയുന്നു, കേട്ടോളൂ. അതിനേക്കാളും അപകടകരപ്പോ ഇപ്പൊ ഇവര് മഹാൻ പ്രസംഗിച്ചു തന്ന ഒരു സീഡിയിലുള്ള ഭാഗ ഇപ്പൊ ഇങ്ങോട്ട് കാണാം. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ ചെയ്യണ എന്ത് കാര്യം അള്ളാഹ് അറിയും. അള്ളാഹ് ചെയ്യണ എല്ലാ കാര്യവും നമ്മൾ അറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയില്ല. എന്നാ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പരെ പൊക്കന്നെ, കാരണം എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടുള്ളൂ, പല മെച്ചോണ്ട് മൂപ്പരെ ഉയർത്തിക്കൊണ്ടുവന്നാല് അവിടെ പറയാണ്, ഈ പ്രസംഗത്തിൽ പറയാണ്, പറഞ്ഞ് കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അതിന്റെ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് ലാസ്റ്റ് പറയാണ്, കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല പറയാൻ പോണു. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്യമായത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി വളരെ വ്യക്തമായി എവിടേക്കാണ് ഇവരെ പോക്ക്. ഈ മുസ്ലിം സമൂഹത്തിന് ഒരു കാര്യബോധമുള്ള മുസ്ലിങ്ങളെ മുമ്പിലാണത് പറയണത്. ഇത് വളരെ ഗൗരവ. അപ്പൊ സഹോദരങ്ങളെ, നമ്മളായിരുന്നു ഇത് പറഞ്ഞു നടന്നതെങ്കിൽ എന്തിനാണ് ആ മനുഷ്യനെ ഇങ്ങനെ പച്ചക്ക് പരിഹസിക്കുന്നത്, ക്രൂശീകരിക്കുന്നത് ചോദിക്കും. ആരാണിത്? ഇവരുടെ കൂടെ ഇതുപോലെ ജാറും മറ്റു പരിപാടികളൊക്കെ ഉള്ളവരാ. പക്ഷേ ഇദ്ദേഹത്തിന്റെ നിലപാട് ദീനുമായി ഒരു നിലക്കും ഞങ്ങൾക്ക് പുറത്തുപ്പെടാൻ പറ്റൂല എന്ന് ബോധ്യപ്പെട്ടവരാണ് ഇദ്ദേഹത്തെ കൃത്യമായി പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ മുജാഹിദ് മുസ്ലിങ്ങളാണോ, അവർ ഇസ്ലാമിനകത്താണോ പുറത്താണോ എന്നുള്ള ചർച്ച പോയി. പണ്ട് നമ്മൾ എ.പി. ഉസ്താദിനെയും ഇ.കെ. ഉസ്താദിനെയും കൂറ്റനാട് ഉസ്താദിനെയൊക്കെ കാഫറാക്കി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ സമസ്തയിലെ പ്രവർത്തകർക്ക് അറിയേണ്ടത് ഇവർ ഇസ്ലാമിനകത്തോ പുറത്തോ എന്നാണ്. ഞാനല്ല, മുഖാമുഖത്തിൽ ചോദ്യം ചോദിക്കുന്നവരോട് കേട്ടോളൂ. ഹുസൈൻ ചേലമ്ര. എന്റെ ചോദ്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദ തിരുകേശം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനീളം നടത്തുന്ന കാന്തപുരം എ.പി. ബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇവർ ഇത്തരം തെറ്റ് എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പേർ ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുന്ന കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ നിസ്കാരം സ്വീകാര്യാവൂല, നിക്കാഹ് ചെയ്താൽ സാധുവാവൂല. സഹോദരങ്ങളെ, എവിടെ എത്തി കാലഘട്ടം? ഇനിയും ചിന്തിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ?
എനിക്കുള്ള അവസാനത്തെ സമയം അവസാനിക്കുമ്പോൾ പ്രസക്തമായ ഒരു 4 ക്ലിപ്പ് കൂടെ കേൾപ്പിക്കാനുണ്ട്. അത് ഞാൻ കേൾപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ഈ അന്ധവിശ്വാസത്തിൽ നിന്ന്, സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഈ സനദില്ലാത്ത അനാചാരങ്ങളിൽ നിന്ന് ഈ വിഭാഗം വിട്ടുകൊണ്ട് നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നോളൂ. കാരണം ആളുകൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഇസ്ലാഹി പ്രസ്ഥാനം നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഞങ്ങൾ സ്വയം അവകാശവാദമായി പറഞ്ഞാൽ 2012 ഏറ്റവും വലിയ ഒരു തമാശയായി നിങ്ങൾ അതിനെ കാണണ്ട. അതിനും പിൻബലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നഖശികാരം എതിർക്കുന്നവർ തന്നെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് നൽകുക. നാൾക്ക് നാൾ പ്രസ്ഥാനം വളരുന്നു. ഏറ്റവും കൂടുതൽ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ വളരുന്നുണ്ട്. കാരണം ഈ ഖുറാഫാത്തുകൾ മുഴുവനും മുജാഹിദുകൾ പൊളിച്ചെഴുതുമ്പോൾ അതിന് മറുപടി പറയാതെ ഒതുങ്ങിയിരിക്കലാണ് ഏറ്റവും ബുദ്ധി എന്ന് മനസ്സിലാക്കിയ EK വിഭാഗക്കാര് അത് ചെയ്യുമ്പോഴും AP വിഭാഗക്കാര് കടന്ന് ഖുറാഫാത്തും അതുപോലെ അനാചാരങ്ങളും പടുത്തുയർത്താൻ ഖുർആൻ സുന്നത്ത് ദുർവ്യാഖ്യാനം ചെയ്യും. ആളുകൾ സത്യം മനസ്സിലാക്കും. അതുകൊണ്ട് പള്ളിയില്ലാത്തോട്ട് പള്ളി, മദ്രസ ഇല്ലാത്തോട്ട് മദ്രസ, ആളുകളില്ലാത്തോട്ട് ആളുകൾ വർദ്ധിച്ചു വരുന്നുവെന്ന് ഞാനല്ല, അമ്പലക്കളവ് പറയുന്നു. കേട്ടോളൂ. ഞങ്ങൾ ഇത്തരം കുറ്റങ്ങൾ പറയാറില്ല. പക്ഷെ ഇയാൾ പറയാണ് അവകാശവാദം. വാഴക്കാടെ ഞാൻ പ്രസംഗിച്ചത് കൊണ്ടാണ് മുജാഹിദ് 2ആയത്. സുബ്ഹാന ജല്ല ജലാലു. മൂപ്പര് വാഴക്കാട് പ്രസംഗിച്ച മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി 2ആയി പിളർന്നത്. കാരണം ആകാശം പ്രവിശാലമാണ്, അതുകൊണ്ട് യേശുവിൽ വിശ്വസിപ്പീൻ ക്രിസ്ത്യാനികൾ പറയാറുണ്ട്. പക്ഷേ ആകാശം വിശാലായിക്കോട്ടെ, എന്തിനാ യേശുവിൽ വിശ്വസിക്കുന്നത്? ഇയാൾ പ്രസംഗിച്ചുകൊണ്ടെങ്കിൽ മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി 2ആയി പിളർന്നത്. ഇയാൾ പറയണത് നോക്ക് നിങ്ങൾ. ഞാൻ അതിനെ ശരിക്കും കെണ്ണിച്ചങ്ങ് പ്രസംഗിച്ചപ്പോ എന്താ ഉണ്ടായെന്നറിയോ? അത് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാ. എന്താ ഉണ്ടായത്? മുജാഹിദ് പിളർന്നു, 2ആയി. ഇങ്ങനെ മുജാഹിദ് 2ആയത് ഞാൻ വാഴക്കാട്ട് പ്രസംഗം നടത്തിയതിന് ശേഷമല്ലേ? വിഷയം പ്രധാനമായും ഇത് തന്നെയല്ലേ? മറുപടി പറയാൻ കഴിയോ? പ്രസംഗിച്ചോണ്ട് മുജാഹിദ് പിളർന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ പിളർന്നൊക്കെയല്ല, വളർന്നൊക്കെയാണ്. സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് പറയും. ഇയാൾ വാഴക്കാടാണ് പറഞ്ഞത്. നമ്മൾ കൃത്യമായി വാഴക്കാടിന്റെ ചിത്രം അറിയുന്ന ആളുകളാ, കണക്കെടുത്തിട്ടാ പറയുന്നത്. ഇയാൾ പ്രസംഗിക്കും വരെ വാഴക്കാട് എന്ന പ്രശസ്തമായ കണ്ണിയത്തുസ്താദിന്റെ നാട്ടിൽ മുജാഹിദിന്റെ ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. മുജാഹിദിന് ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുജാഹിദിന് പള്ളി നമ്പർ 4 വാഴക്കാട്. നിങ്ങൾ പോയിട്ട് പറ, ഇയാൾ പ്രസംഗിച്ചത് മുജാഹിദ് തളർന്നക്ക. മുജാഹിദിന് വാഴക്കാട് മാത്രം 4 പള്ളി വന്നു. ഈ 4 പള്ളിയിൽ ഒരു പള്ളി ആരുണ്ടാക്കിയെന്ന് അറബിനെ കൊണ്ട് ഉണ്ടാക്കിയത്? AP-യുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു AP-യുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുവന്ന 4ാമത്തെ മുജാഹിദിന്റെ പള്ളി. നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച അനവധി AP പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പറ്റ മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരിയെന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് മാറി. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ. അവിടെ സംഘടിത സക്കാത്ത് നേരത്തെ ഇല്ല, തുടക്കം കുറിച്ചു. വമ്പിച്ച ജനപങ്കാളിത്തമുള്ള ഖുർആൻ ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു. വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റണ്ടായെന്ന് മാത്രമല്ല, സാക്ഷാൽ പേരോട് വാഴക്കാട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അയാൾ ആദരവോടുകൂടി ഭക്ഷണം കൊടുത്തിരുന്ന, അയാളെ വീട്ടിലാണ് താമസിച്ചിരുന്നതും എല്ലാ ഗ്രന്ഥങ്ങളും ശരിപ്പെടുത്തിയിരുന്നതും ഇയാൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അവിടുത്തെ വാഴക്കാട്ടെ പ്രമുഖനായ മനുഷ്യൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടല്ല. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ടാണ് ഇയാൾ പറയണത് ഞാൻ പ്രസംഗിച്ചിട്ട് മുജാഹിദ് തളർന്നു, വളർന്നിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഈ ഞാൻ പ്രസംഗമല്ല പറഞ്ഞപ്പോ ഒരു സാമ്പിൾ വാഴക്കാട് പറഞ്ഞതാണ്. ആവശ്യമെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ മഹല്ലുകൾ എണ്ണിങ്ങനെ എടുത്താൽ കേരളത്തിലെ 90% മഹല്ലുകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെയും അനുയായികളുടെയും പ്രവർത്തനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, നിർണായകമായ പങ്ക് ഖുർആനും സുന്നത്തും കൃത്യമായി അവതരിപ്പിച്ചത് കൊണ്ടാണ്. അതിന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയാതെ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്ത് വഷളാകുമ്പോൾ ആളുകൾ ചിന്തിക്കും. അങ്ങനെ മാറുന്നത് അല്ലാതെ ഇവർ വന്നത് കൊണ്ടല്ല, പ്രമാണങ്ങളുടെ മുമ്പിൽ തെളിവില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് സമസ്തയുടെ ആധികാരിക മഹല്ല് പോലും ഒരു ഖുർആൻ ക്ലാസോ ദീനോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് മുഴുവൻ ഉണ്ടായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത്രയും ആധികാരിക പണ്ഡിതന്മാരൊക്കെ അവിടെ ജീവിച്ചിട്ടും ഇസ്ലാം എന്ന് യഥാർത്ഥ വെളിച്ചം അവിടെ ഉണ്ടായിരുന്നില്ല എന്നല്ലേ? ഇപ്പൊ മുജാഹിദ് വന്നതോടുകൂടി അത് ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ആരുടെ കയ്യിലാണ് യഥാർത്ഥ ദീനുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് വളരെ പ്രശസ്തമായ 3 ക്ലിപ്പ് കൂടെ കേൾപ്പിക്കാനുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾ പോകാം. സഹോദരങ്ങളെ, ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞ വിഷയം
ശിർക്ക്, അതിലേക്ക് സമുദായ മനുഷ്യർ വ്യതിചലിച്ചത്, മുസ്ലിം സമുദായത്തിൽ കേരളത്തിൽ പോലും അത് പടർന്ന് പന്തലിച്ചത്, മുസ്ലിം സമുദായത്തിൽ സംഭവിച്ച അപകടം എല്ലാം നമ്മൾ കോർവയായി കൃത്യമായി അവതരിപ്പിച്ചു. അങ്ങനെ ആപാദചൂടം ശിർക്കിൽ മുങ്ങിക്കുളിച്ച, അനാചാരങ്ങൾ മുങ്ങിക്കുളിച്ച, കരാള പൗരോഹിത്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ അമർന്ന് ചൂഷണത്തിന് വിധേയമാകുന്ന ഈ ഒരു മുസ്ലിം സമുദായത്തെ ബോധവൽക്കരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി രംഗത്ത് വരുന്നവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാര്, പ്രാസംഗന്മാര്. അത്തരത്തിലുള്ള പ്രവർത്തകന്മാര്, സാധാരണക്കാര്, അവർ സമ്പത്ത് കൊണ്ടും ഇൽമ കൊണ്ടും ആരോഗ്യം കൊണ്ടും ഈ ദാവാ പ്രവർത്തനം നിർവഹിക്കുമ്പോൾ, അങ്ങനെ പടർന്ന് പന്തലിച്ച് ഈ തൗഹീദ് വെളിച്ചം കാണുമ്പോൾ സ്വന്തം മകൾ മരിച്ചാലും വേണ്ടിയില്ല, സ്വന്തം മകൻ മരിച്ചാലും വേണ്ടിയില്ല, മരുമകളുടെ 2 തുള്ളി കണ്ണീര് കാണണമെന്ന തൊട്ടയായ അമ്മായിമ്മയുടെ ചിന്തയുള്ള ചില ആളുകൾ രംഗത്ത് വന്നു. അഥവാ ഇത്തരത്തിൽ തൗഹീദിൽ ജീവിച്ച് തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച് ഇന്നും തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവരെ പറ്റി ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ സമൂഹത്തിലെ മടവൂരികൾ കുർവൂരികളുടെ കൂടെ കൂടി പറഞ്ഞത് എന്താണ്? ഈ വർഷത്തെ പുതിയ 2012 ജനുവരിയിൽ ഇറങ്ങിയ ഇസ്ലാഹ് മാസിക നിങ്ങൾക്ക് വായിക്കണം. മുജാഹിദ് പ്രസ്ഥാനവും പുതിയ വിവാദങ്ങളും ആരോപണങ്ങൾക്ക് മറുപടി ഡോക്ടർ കെ സക്കരിയ സ്വലാഹി മറുപടി പറയുന്നു. ഇത് എന്താണുള്ളത് സഹോദരങ്ങളെ? ജിന്നിനോടും മലക്കിനോടും സഹായം തേടാമെന്ന് നിങ്ങൾ പറയിപ്പിക്കുന്നതായി, നിങ്ങൾ പ്രചരിപ്പിക്കുന്നതായി മടവൂരികളും കുബൂരികളും പറയുന്നുണ്ടല്ലോ. യാതൊരു തെളിവുമില്ലാത്ത ശുദ്ധമായ കളവുകളല്ലാതെ എന്തു പറയാൻ? കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി ഇടതടവില്ലാതെ തൗഹീദിന് വേണ്ടി പ്രസംഗിക്കുകയും എഴുതുകയും ഖണ്ഡനമണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും സജീവമായി പങ്കുകൊള്ളുകയും ചെയ്യുന്ന എന്നെ കുറിച്ച് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചാൽ മുജാഹിദ് പ്രവർത്തകർ അത് വിശ്വസിക്കുകയില്ല. ഇടമുട്ടം, ഹസങ്കടി, മഞ്ചേശ്വരം, മണ്ണാർക്കാട്, കൊണ്ടോട്ടി, കയ്പമംഗലം, തലശ്ശേരി തുടങ്ങിയ സംവാദങ്ങളിലൂടെ നിരവധി ഖണ്ഡനങ്ങളിലൂടെയും ഇസ്ലാഹ് മാസികയിലൂടെയും ഞാൻ ശക്തമായി അവതരിപ്പിച്ച തൗഹീദ് ആശയത്തിൽ നിന്നും ഞാൻ വ്യതിചലിച്ച് നേർവിപരീതമായ ശിർക്കിലെത്തിയെന്ന് എത്ര കാലം ആര് പറഞ്ഞാലും മടവൂരികൾ പ്രചരിപ്പിച്ചാലും അത് വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്. ഇത് സഹോദരങ്ങളെ, സക്കരിയ സ്വലാഹി മാത്രം അവകാശപ്പെട്ട ഒരു പിന്തുണയല്ല. ഇസ്ലാഹി കേരളത്തിലെ പണ്ഡിതന്മാർ മുഴുവനും, പ്രാസംഗന്മാർ മുഴുവനും കൃത്യമായി ഇതിന്റെ ഒപ്പം നിന്നു. ഈ ആരോപണങ്ങൾ ഞങ്ങൾ സഹിക്കില്ല. കാരണം ഇദ്ദേഹത്തെ ആ രൂപത്തിൽ തള്ളിക്കളയാൻ ഞങ്ങൾ അനുവദിക്കില്ല. കുബൂരികൾക്കും മടവൂരികൾക്കും തലവേദനയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വളർച്ചയിൽ അസൂയയുള്ള ചില മടവൂരികൾ, ചില ഹദീസ് നിഷേധികൾ രംഗത്ത് വന്ന് ആ സക്കരിയ സ്വലാഹിയെ പേരിൽ സീഡിയിളക്കി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ നടക്കില്ല. മടവൂരികളെ, കുബൂരികളെ അത് കൃത്യമായ അനസ് മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാര് പ്രസംഗവേദിയിലെ കൃത്യമായ ശബ്ദങ്ങൾ ഞങ്ങളുടെ പിന്തുണയായി ഇതാ കേട്ടോളൂ. അദ്ദേഹം വ്യക്തമായ അനസ് മൗലവി സലാഹിയുടെ പേരിലെ ആരോപണങ്ങൾക്ക് സലാഹിയുടെ ക്ലിപ്പിട്ടുകൊണ്ട് തന്നെ മറുപടി നിരത്തുന്നു. ആ വാദം പൊടിഞ്ഞ് തകരും. നിങ്ങൾക്ക് കേൾക്കാം. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്. മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 എണ്ണം കൊടുത്തിൽ ഈ 5 എണ്ണം മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം. നിങ്ങള് പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം. നിങ്ങള് പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് ഇതാണ് ദീനീ പ്രവർത്തനം. എന്നിട്ടോ ഇവിടെ ഉണ്ട്. പിന്നെ കേട്ടോളൂ നിങ്ങള്, ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഏർപ്പെടുന്നു പറഞ്ഞ തെളിവില്ലാണ് ഞാൻ എഴുതിയത്. സാൽവേഷൻ വിതരണം ചെയ്ത പുസ്തകത്തിൽ കാണാം. എന്നിട്ട് അത് എന്റെ പേരിൽ ആരോപിച്ചിരിക്കാം. കണ്ടോ? അപ്പോ വളരെ വ്യക്തമാണ് ആരാ ഇത് പറഞ്ഞതെന്നാ അദ്ദേഹം ചോദിക്കുന്നത്. നിന്നോട് സഹായം തേടാൻ ഞങ്ങൾ വാദിച്ചോ? പ്രാർത്ഥിക്കാമെന്ന് വാദിച്ചു? ഇല്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. പാടില്ല. ഒരു സ്ഥലത്ത് വെച്ചും എവിടെ വെച്ചും നിന്നോട് സഹായം തേടാൻ പാടില്ല. എവിടെ വെച്ചും റബ്ബിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. വ്യക്തമായ നിലപാടാണ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് മനുഷ്യന്റെ മുഖ്യ ശത്രുവായ പിശാച് അവനെ നിസ്സാരമായി കാണരുത്.
അവന്റെ കുതന്ത്രങ്ങൾ നിസ്സാരമായി നമ്മൾ കാണരുത്. അതുകൊണ്ട് ദിക്റും ദുആകളും കൃത്യമായ തൗഹീദ് വിശ്വാസവും സുന്നത്തുമായി നമ്മൾ ജീവിക്കണമെന്ന് ഉപദേശിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട വിഷയങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് മാത്രം മുജാഹിദുകൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ സ്വഹീഹായ ഹദീസുകളെ, ബുഖാരിയിലെ ഹദീസുകളെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബുദ്ധിയിലിട്ടുകൊണ്ട് അതിനെ അളന്ന് തട്ടിക്കളഞ്ഞ് ബുഖാരി ഇമാമിനെയും പ്രവാചകനെ നിന്ദിക്കുന്ന വടമൂരികൾക്കും ഹദീസ് നിഷേധികൾക്കും അത് ബോധ്യമാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി ആരോപണങ്ങളുള്ളത്. ഒരു ആരോപണം കൂടി ഇസ്ലാം മാസിക അദ്ദേഹം തിരുത്തുന്നു കേട്ടോ. ജിന്ന് ബാധിച്ചവരിൽ നിന്നും ജിന്നിനെ അടിച്ചിറക്കണമെന്നും ജിന്ന് ചികിത്സക്ക് ക്ലിനിക്കുകൾ തുടങ്ങണമെന്നും നിങ്ങൾക്ക് വാദമുള്ളതായി മടമൂരികൾ പ്രചരിപ്പിക്കുന്നു. കാസർഗോഡ് ഹദീസ് സെമിനാറിലും മറ്റും ഞാൻ വ്യക്തമായി നിഷേധിച്ച ഒരു സംഗതിയാണ് അത്. എന്നിട്ടും എന്റെ പേരിൽ ഇത് ആരോപിക്കുവാൻ ഇക്കൂട്ടർക്ക് പടച്ചവനെ പേടി ഒട്ടുമില്ലേ? വ്യക്തമായ ആ ഭാഗം നിങ്ങളത് കേൾപ്പിച്ചു കൊടുക്കൂ. അദ്ദേഹത്തിന് വാദമല്ല. നബിസ്വല്ലല്ലാഹു ജിന്നുബാധയുള്ള കുട്ടി അടിച്ചിറക്കി ചികിത്സിച്ചു എന്ന സഹിഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരാൾക്ക് ജിന്നുബാധ അടിച്ചിറക്കൽ, അടിക്കാന്ന് പറയാൻ മാത്രം ഞാൻ പറഞ്ഞു നെഞ്ചത്തൊരു കൊട്ടുകൊട്ടി നെഞ്ചത്താ ഇരിക്കണമെന്ന് റസൂലിന് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവൂ? ഇല്ലല്ലോ. അതിന് അടി എന്ന് പറയാൻ മാത്രമല്ല, അത് വെച്ചിട്ട് വലിയ അടി അടിക്കാൻ ഒരു തെളിവില്ല. സഹാബികൾ ആരെങ്കിലും അത് മാതൃകയാക്കിയിട്ട് അടിച്ച ഒരു തെളിവില്ല. അതുകൊണ്ട് തന്നെ അടി ഒരിക്കലും ഈ ചികിത്സയിലില്ല. അടിച്ചാലേ റുഖയാകൂന്ന് ആരും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇവിടെ ചോദിച്ചിട്ട് നിങ്ങളെ പ്രബന്ധത്തിൽ എന്ന് പറഞ്ഞിട്ടില്ലേ? എന്റെ പ്രബന്ധമായിരിക്കണത് 53 പേജുണ്ട്. ഇതിൽ അടിച്ചിറക്കണം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ, റുഖ്യ എന്ന ഒരു ചികിത്സാ രീതി ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്യണം എന്നാണ് ഞാൻ ഇതിന്റെ 55-ാമത്തെ പേജിൽ പ്രത്യേക ശ്രദ്ധക്ക് റുഖ്യ കൊണ്ടുള്ള ചികിത്സയുടെ വിശദാംശങ്ങളെ കുറിച്ചുള്ള ചർച്ച ഈ പ്രബന്ധത്തിന് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇങ്ങനൊരു ചികിത്സ ഉണ്ടോ ഇല്ല എന്ന തർക്കത്തിന് പരിഹാരമായാൽ ഈ ചികിത്സ എങ്ങനെ, എത്രത്തോളം എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി മറ്റൊരവസരത്തിൽ നാം ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഒട്ടനവധി വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ അതിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും പരിശോധിക്കാം. വെറുതെ പറയാണ് ഞാനിതിൽ അടിച്ചിറക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, ഇല്ലാത്ത വാദം അദ്ദേഹത്തിന് മേലെ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നാല് കൃത്യമായിക്കൊണ്ട് അങ്ങനെ ഒരു ഇസ്ലാമിക മന്ത്രം അത് ഇസ്ലാമിലില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ജമിയത്തുൽ ഉലമയുടെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിന്റെയും പി അബ്ദുൽ ലത്തീഫ് മൗലവിയുടെയും ഒക്കെ നേതൃത്വത്തിൽ 10 പണ്ഡിതന്മാര് ചർച്ച ചെയ്യുകയും അത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക രീതി അഥവാ അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ കൊണ്ടും പ്രാർത്ഥനയെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഉപയോഗിച്ചും അല്ലാഹുവിന്റെ അസ്മാകൾ കൊണ്ടും കൃത്യമായി നമുക്ക് ഈ ബാധയുള്ള രോഗികളെ നമുക്ക് സ്വയം ചികിത്സിക്കുകയും നമ്മുടെ വീടുകളിൽ നമുക്കത് കൃത്യമായി അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. ഇത് ശിർക്കോ കുഫറോ ഹറാമോ അല്ല. എന്നാൽ ഇതിന്റെ മറവിൽ ഇന്ന് തങ്ങന്മാരും അതുപോലെ തന്നെ അസ്മാഇന്റെ ആളുകളും അതുപോലെ ജ്യോത്സ്യന്മാരും പലതരത്തിലുള്ള ശിർക്കിൻ പ്രവർത്തനങ്ങൾ നടത്തി ആളുകളെ ജിന്നുകളെയും ശിർക്കിനെ സേവിച്ച് ശിർക്ക് നടപടികൾ ചെയ്ത് ഈ രൂപത്തിലുള്ള ഹറാമുകളിലേക്ക് ശിർക്കിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ശിർക്കുകളുടെ കോട്ടകൊത്തളങ്ങളെ തകർക്കാൻ, അത്തരത്തിലുള്ള വഴിതെറ്റിയ നിലപാടുകൾ സ്വീകരിക്കാതിരിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി സലഫുകളുടെ പാത സ്വീകരിച്ച് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇതിനെ നിഷേധിക്കുന്ന, ഹദീസുകൾ നിഷേധിക്കുന്ന, ജിന്ന് ബാധ നിഷേധിക്കുന്ന, സിഹർ നിഷേധിക്കുന്ന മടവൂരികളെ നിങ്ങൾക്ക് അടിച്ചടക്കലും മറ്റും ചോദിക്കാൻ തന്നെ അറിയാതല്ലോ. ആദ്യങ്ങളുടെ അംഗീകരിക്കുക, എന്നിട്ട് ആലോചിക്കാൻ മറ്റുള്ളത് എന്നല്ലാതെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതുകൊണ്ട് വലിയ തറവാടാണിത്. ആൾ പിന്തുണയുള്ള പണ്ഡിതന്മാരുള്ള വലിയൊരു കൂട്ടായ്മയാണിത്. ഈ കൂട്ടായ്മയിൽ ചില അസ്വാരസ്യങ്ങളും അതുപോലെ തന്നെ തമ്മിൽ വിജ്ഞാനം പഠിച്ചതും പഠിക്കാത്തതും തമ്മിലുള്ള, പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പഠനങ്ങൾ ഉണ്ടാകും. ഇതൊന്നും തറവാടില്ലാത്ത, ഊരും പേരും ഇല്ലാത്ത മടവൂരികൾ ഇങ്ങനെ ഏന്തി വെക്കേണ്ട ആവശ്യമില്ല. വലിയ തറവാടാകുമ്പോൾ അവിടെ പാത്രത്തിന്റെ ഒച്ചയും അതുപോലെ തന്നെ ചെമ്പട്ടിന്റെ ഒച്ചയും അതുപോലെ തന്നെ അടുക്കളയിലും പിന്നെ ബെഡ്റൂമിനും ഡൈനിങ് ഹാളിലൊക്കെ തമ്മിൽ സംസാരമൊക്കെ ഉണ്ടാവും. വലിയ ആൾക്കൂട്ടം ഉണ്ടാവും. അങ്ങനെയാണ്. ഇതൊരാളില്ലാത്ത ഒരുത്തന് മതിലിന്റെ അപ്പുറത്ത് ഒരു തറവാടില്ലാത്തവന് വലിയ തറവാട്ടിക്ക് ഇങ്ങനെ ഏന്തി വെക്കുക. എന്താ അവിടെ ഒരു ഒച്ച, എന്താ അവിടെ ഒരു ശബ്ദം, അവിടെ എന്തെങ്കിലും ഉണ്ടോ? തറവാടില്ലാത്തവന് അത്തരത്തിൽ തറവാടുള്ളതിലേക്ക് നോക്കുന്ന പോലെയല്ലേ ഉളുപ്പില്ലാത്ത മടവൂരികൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ആരോപണങ്ങൾക്കൊക്കെ നിർബന്ധമായും പ്രമാണങ്ങൾ പഠിച്ചിട്ട് വരി. തെളിവുകളില്ലാതെ നിങ്ങളുടെ ഈ രൂപത്തിലെ വായടപ്പൻ മറുപടിക്ക് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ നിലപാട് അന്നും ഇന്നും എന്നും വ്യക്തമാണ്. ഹുസൈൻ സലഫി ചങ്ങരംകുളം സമ്മേളനത്തിൽ സംസാരിച്ചത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സംസാരത്തിൽ ഞാൻ വിരാമം കുറിക്കുന്നു. കേട്ടോളൂ ഇസ്ലാം പ്രസ്ഥാന നിലപാട്. ഈ ഒരു ആശയത്തിന് ആര് എതിര് പറഞ്ഞാലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പതിവുണ്ട്. അത് സംഘടനയുടെ നേതാവ് പറഞ്ഞാലും പണ്ഡിതന്മാര് പറഞ്ഞാലും
പരിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമരായ സമൂഹം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സ്വഹാബാ കിറാം മനസ്സിലാക്കിയ ശരിയായ പാതക്കോ എതിരായിട്ട് ആര് പറഞ്ഞാലും അതിനെ അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഈ ഒരാശയത്തിന് ആര് എതിര് പറഞ്ഞാലും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പതിവുണ്ട്. അത് സംഘടനയുടെ നേതാവ് പറഞ്ഞാലും പണ്ഡിതന്മാര് പറഞ്ഞാലും പരിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമരായ സമൂഹം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സ്വഹാബാ കിറാം മനസ്സിലാക്കിയ ശരിയായ പാതക്കോ എതിരായിട്ട് ആര് പറഞ്ഞാലും അതിനെ അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള സമീപനം. അതിൽ തെളിഞ്ഞ ഒരു കാര്യം പിന്നെ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഈ കൊച്ചു ബുദ്ധിയെ അള്ളാഹുവിന്റെ വഹയുകളാകുന്ന പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആ മേന്മയേക്കാൾ മനുഷ്യരുടെ ബുദ്ധിക്ക് വില കൽപ്പിക്കുന്ന ആളുകളുണ്ട് ലോകത്ത്. അഥവാ അഖിലിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാലും ശരി, സഹീഹായ ഹദീസുകളിൽ ഒരു കാര്യം വന്നാലും ശരി, അതെന്റെ ബുദ്ധി അംഗീകരിക്കണം, എന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടണം. എന്റെ ബുദ്ധിക്ക് 100% അംഗീകരിച്ചാലല്ലാതെ ഖുർആനിലുള്ള കാര്യം ഞാൻ അംഗീകരിക്കില്ല. അതിന്റെ ബുദ്ധിക്കൊപ്പിച്ചുകൊണ്ട് ഞാൻ ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത, ഇങ്ങനെ ബുദ്ധിക്ക് വഹീനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പ്രവണത ലോകത്ത് പിഴച്ച കക്ഷികളിൽ കാണുന്നുണ്ട്. ആ ആദർശത്തെ ശക്തമായി എതിർക്കുകയാണ് മുജാഹിദുകൾ ചെയ്യുന്നത് എന്ന് സഹോദരങ്ങളെ വ്യക്തമായി കൊണ്ടതാ പണ്ഡിതന്മാര് സമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഖുർആൻ കൊണ്ടും സ്വഹീഹ ഹദീസ് കൊണ്ടും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെതിരായി ഏത് നിലപാട് ആര് സ്വീകരിച്ചാലും അവരെ മാറ്റി നിർത്തി പ്രമാണം സ്വീകരിക്കുമെന്നതാണ് ഇസ്ലാം പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനനായ ഹുസൈൻ സലഫിയും ഡോക്ടർ സക്കരിയ സലാഹിയും ഇൻഷാ അല്ലാഹ് മഞ്ചേരിയിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. വിശദമായി ആ സമ്മേളനത്തിൽ നമ്മൾ സന്നിധരാകണം, ഇൽമുകൾ നുകരണം എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഈ ആദർശത്തിൽ ഒരുമിച്ച് നിന്ന് പ്രമാണത്തിന്റെ തെളിച്ചത്തിൽ നിന്ന് ആരോപണങ്ങളും ഈവത്തുനിയമങ്ങളും ഒഴിവാക്കിക്കൊണ്ട് സത്യസന്ധമായി ആദർശത്തെ സ്നേഹിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക. നമ്മുടെ ഒത്തുകൂടൽ സ്വാലിഹായ റമലായ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ ആദർശത്തിന് വേണ്ടി പിന്നെ ഇൽമു കൊണ്ടും പിന്നെ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും ഓടി നടക്കുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സുകൾ കൃത്യമായി ആദർശ രംഗത്ത് ഉറച്ചു നിർത്തി പോരാടാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ വാണിജ്യവൽക്കരണത്തിൽപ്പെട്ട് അകപ്പെട്ട സാധാരണക്കാരെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ സംസാരം ജനതകളെ സ്വാധീനമുണ്ടാക്കി തരണേ റബ്ബേ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.